ഹായ് ഗൈസ്, നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം വരെ പോവാണ്. അത് നിങ്ങളെ കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം നമ്മുടെ ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടെ നമ്മൾ ഇത് ശരിക്കും ഇവിടെ നിന്നൊരു ഷോർട്ട് കട്ടാണ്. മണ്ണാർക്കാടിലേക്ക് പോകാൻ പറ്റുന്ന റോഡാണ്. കാവണ്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പോകുന്നത്. കുറച്ചുണ്ട് ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. നല്ല മഞ്ഞുണ്ട്, കോട ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 4 മണി ആ ടൈം ആയി. അപ്പോൾ തന്നെ ആ മലയിലൊക്കെ നല്ല രീതിയിൽ കോട ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. കാറ്റാടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണ്ടല്ലോ, അതിൻ്റെ ഇത് നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റും. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മളൊരു 4 മണി 5 മണി ആ ടൈമിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടെ മഞ്ഞിറങ്ങിയിട്ടുണ്ടാവും. അവിടെ കാറ്റാടി അത് മഞ്ഞ് മൂടിയിരിക്കുക കേട്ടോ. ഏകദേശം ഇങ്ങനെ അതും മൊത്തം മഞ്ഞ് മൂട് ആയിക്കൊണ്ടിരിക്കുക. ഈ റോഡ് നേരെ ചെന്ന് പറഞ്ഞാൽ കാവണ്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മുടെ വീടിനടന്ന് ഒരു 4 കിലോമീറ്റർ ഇങ്ങോട്ട് കാവണ്ടിക്കൽ. ഇവിടെ നിന്ന് ആ റോഡിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഗൂളിക്കടു, അകലി, ആനട്ടി അങ്ങനെ പോവാം. ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലേ, ഇവിടെ നിന്ന് അങ്ങനെ ഫുള്ള് അപ്പുറം ഇപ്പുറയും 4-5 മലയുണ്ട്. ആ മലകൾ പിന്നെ അങ്ങനെയുള്ള വ്യൂ ആണ് മൊത്തത്തിൽ. ഇറങ്ങാം. അവിടെ ഇവിടുത്തെ വ്യൂ ഇവിടെ താഴെ കണ്ടല്ലേ, ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ ഈ പന്നീർ ശല്യമൊക്കെ ഉള്ളത്. ഇവിടെ മൊത്തം കൃഷിത്തോട്ടങ്ങളാണ്. ഈ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കാറ്റാടി ഇതാണ് എൻ്റെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. കുറച്ച് മഞ്ഞ് മൂടിയിട്ടുണ്ട്, അത് കാരണം ശരിക്കും ക്ലിയർ ഇല്ല ഉണ്ടോ. നമുക്ക് കുറച്ച് അപ്പുറത്ത് കൂടെ പോകാം. അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. ഈ വണ്ടി അവിടെ കിടന്നതാണ്. ഈ വണ്ടി ഉണ്ടല്ലേ, കുറേ അവിടെ കിടന്നതാണ്. എൻ്റെ ഫോട്ടോസ് ഉണ്ട്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി ഞങ്ങളന്ന് ഫോട്ടോസ് എടുത്ത അന്ന് ദിവസം, അന്ന് നമ്മളിപ്പോൾ കാണിച്ചില്ലേ, നിർത്തി കാണിച്ചില്ലേ, ആ വ്യൂവിൻ്റെ അവിടെ നിർത്തിയതാണ്. ഇവിടെ തെങ്ങും തോട്ടം കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരു വെള്ളം മേളിൽ ഇവിടെ ഒരു ഉറവുണ്ട്, വെള്ളം തന്നെ. ഇവിടെ വണ്ടികളും കാര്യങ്ങളൊക്കെ കഴുകുന്ന, മൃഗങ്ങളൊക്കെ കുളിപ്പിക്കുന്ന സ്ഥലമാണ്. അതാ നരസിമുക്കിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾ ആ ദൂരെ കാണുന്നത് നരസിമുക്കിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. അവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ആയുർവേദ ഹോസ്പിറ്റലാണ്. അവിടെ ഒരു വ്യൂ ഉണ്ടല്ലേ, എന്ന് പറഞ്ഞാൽ ഇവിടെയായിരുന്നു നേരത്തെ അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, ചായക്കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഭാഗത്തായിട്ട് അവിടെ ഇവിടെ ഒരു JC വെച്ചിട്ട് കടയൊക്കെ പൊളിക്കില്ലേ, കുട്ടമണീൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ സ്ഥലം. പിന്നെ ആ ഒരു പോസ്റ്റ് അവിടെ മറിഞ്ഞെടുക്കണുണ്ടോ, അവിടെ ആ പോസ്റ്റിൻ്റെ അവിടെ നിന്നാണ് കുറച്ചും കൂടെ പോയി കാണിച്ചാലോ ഉണ്ടോ. ഈ പോസ്റ്റിൻ്റെ അവിടെ അന്ന് ബസ് ഇറങ്ങിയിട്ട് ആ പോസ്റ്റിൻ്റെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് തല്ലാൻ വേണ്ടി നമ്മുടെ അയ്യപ്പൻ നായർ വരുന്നത്. അയ്യപ്പൻ നായർ വന്നിട്ട് ഇവിടെ നിന്നാണ് കുട്ടമണീനെ എടുത്തിട്ട് നല്ല പൂശണത്. ആ ഒരു സ്ഥലമാണത്. ഇപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ വന്നിട്ടുണ്ട്, നേരത്തെ ഇല്ലായിരുന്നു. ആ ഷൂട്ടിങ് ടൈമിന് അവിടെ നിന്നില്ല. ഇവിടെയാണ് മറ്റേ പോലീസ് പിടിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് ഈ റോട്ടിൽ വെച്ചിട്ടാണ്. മറ്റേ നമ്മുടെ കോശി അവിടെ നിന്ന് കാറും കൊണ്ട് വന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ഊട്ടിക്ക് പോകണമെന്ന് അറിയില്ലേ, അപ്പോൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് പോലീസ്, ഇവിടെയാണ് കഥ തുടങ്ങുന്ന സ്ഥലം. പിന്നത്തെ ഇവിടെയായിരുന്നു. ഇവിടെ അതിൻ്റെ ഭാഗങ്ങളൊന്നും ഇല്ല, അത് മൊത്തം പൊളിച്ച് മാറ്റി. ഇവിടെയായിരുന്നു അതിൻ്റെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് റിട്ടേൺ പോവാം. കുറച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ നോക്കാം.
നല്ല തണുപ്പാകാൻ തുടങ്ങിയിട്ടുണ്ടോ ചെറുത രീതിയിൽ. അവിടെ ഇപ്പോൾ ഫുള്ള് ആ മലകളിലൊക്കെ ഫുള്ള് മൊത്തത്തിൽ ഇത് അവിടെ ഒരു ഉണ്ടോ അവിടെ, പക്ഷേ നമ്മൾ ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കണ്ടറിയില്ല. ഞാനിപ്പോൾ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം സൂം ചെയ്തിട്ടില്ല. അവിടെ എന്നോട് ഒരു 2-3 കാറ്റണ ഇതൊക്കെ ഉണ്ട്, മിഷൻസ് ഉണ്ട്. അതൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല, ഫുള്ള് കോട മൂടി കിടക്കും. അതൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് നല്ല രീതിയിൽ കോട ഇറങ്ങും. ഇപ്പോൾ ആ ഭാഗങ്ങളിലായിട്ടുണ്ട്, അത് കാരണം അവിടെ നല്ല വ്യൂ കിട്ടുന്നില്ല. പിന്നെ അതേപോലെ നമ്മുടെ മല്ലീശ്വരം മുടി അതൊക്കെ മൊത്തത്തിൽ ഇപ്പോൾ കോട മൂടി കിടക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് മല്ലീശ്വരം മുടി കാണാൻ പറ്റും. അല്ലെ ചമ്മണ്ണൂർ ക്ഷേത്രം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാം. അട്ടപ്പാടിയക്കാരല്ലാത്തൊരു അവർക്ക് മനസ്സിലാവും. ഇവിടെ ഒരു കറക്റ്റായിട്ട് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, ഫുള്ള് കോട മൂടി കിടക്കാം. ഇതപ്പോൾ നമ്മൾ വന്ന ഭാഗത്തുള്ള ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ കാണിച്ചില്ലേ, അതൊക്കെ ഫുള്ള് കോട മൂടിയുണ്ടോ. ഇത് അങ്ങോട്ട് പോകാനുള്ള വഴിയാണ്. അപ്പോൾ നമുക്ക് പ്രൈവറ്റായിട്ട് കിടക്കുന്നതാണ്. ഞാൻ ഒരു ദിവസം നിങ്ങൾക്കത് എൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ വ്യൂ കാട്ടിത്തരാം കേട്ടോ. അടുത്തൊന്നും കാണാനില്ല, നമ്മളത്ര അടുത്തായിട്ട് ഇവിടെ നിന്നൊരു 500 മീറ്റർ 500 മീറ്റർ ഇല്ല, അതിൻ്റെ ഉള്ളിലാണ് ഇത് ഇപ്പോൾ ഞാൻ അടുത്തത് കാണിക്കുന്നത്. ഇവിടെയാണ് കറക്റ്റ് വ്യൂ. ഇവിടുന്ന് വന്നിട്ട് ഉള്ളതിൽ കറക്റ്റ് വ്യൂ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഞാനിവിടെ നിന്നാണ് എൻ്റെ 2-3 റീൽസൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന്. അപ്പോൾ നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റ്, ഇത് നല്ല സെറ്റപ്പ്. ഇവിടെ ഇരിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് ഇരിക്കായിരുന്നു. അപ്പോൾ വെഹിക്കിളൊക്കെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ പറ്റിയ സ്ഥലമാണ്. നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കാറായാലും ബൈക്കായാലും കൊണ്ട് നിർത്തിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം. ഇവിടെ ഒരു ശല്യമില്ല, ആൾക്കാരുടെ ശല്യമില്ല, വണ്ടികളുടെ സൗണ്ടില്ല, നല്ലൊരു ചെറിയ കിളികളുടെയും നല്ലൊരു ഇളം കാറ്റും തണുപ്പും ഒക്കെ ഒരു നല്ലൊരു ഫീൽ മൂമെൻറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാം. അവിടെ ഒരു മയിലുണ്ടായിരുന്നു, അത് ഞാൻ സൂം ചെയ്തെടുക്കാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ തന്നെ അത് അതിൻ്റെ പാട്ടിട്ട് നോക്കി പോയി. ഇവിടെ എപ്പോഴും മയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, മൊയിൽ അതല്ല പന്നി ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഇതിൽ കൂടെ വരുമ്പോൾ ഈ വഴിയിൽ എപ്പോഴും കാണാൻ പറ്റും. രാത്രിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പന്നിയൊക്കെ എൻ്റെ കുറുക്കെ ആടും. അതൊക്കെ കൃഷി നശിപ്പിക്കുന്നുണ്ട്, അത് കാരണം മൊത്തം ഇങ്ങനെ ഫെൻസിങ് ചെയ്തിരിക്കണം. എല്ലാം ഈ അട്ടപ്പാടിൻ്റെ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ആനശല്യമുണ്ട്, ഈ ഭാഗത്ത് അങ്ങനെ വലിയ ശല്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ആനയ്ക്കൊരു നേരം പോക്ക് വേണ്ട, അപ്പോൾ ആനയൊക്കെ ഇടയ്ക്ക് ഇറങ്ങും. വലിയ ശല്യം അതിന് ഇനി ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറേ അട്ടപ്പാടിൻ്റെ കുറേ വീഡിയോസ് എടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെ പോവാണ്, ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് കാണിക്കാമെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ കുറേ സ്ഥലങ്ങളുണ്ട്. ഇത് ആ ഭാഗത്തേക്ക് നമുക്ക് ആ മലയുടെ പൊക്കത്തൂടെയൊക്കെ നമുക്ക് ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. ഈ മലയുടെ പൊക്കത്തൂടെയൊക്കെ കാണാം. ഇത് ഇവിടെ നിന്നൊരു കുഴിയാണ് താഴേക്ക്. ഇതൊരു മലയുടെ പൊക്കത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന് ഒരു കുഴീന് അപ്പുറത്തേക്ക് വേറെ മല, ആ മലയുടെ പൊക്കത്തൂടെ. പക്ഷേ ജീപ്പൊക്കെ പോകും, കാറൊന്നും പോകാൻ പറ്റില്ല, ബൈക്ക് ജീപ്പ് അങ്ങനത്തെ പോകും. പക്ഷേ മഴ പെയ്താൽ പോലും നടക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ വണ്ടി കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നടന്നു പോയി എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ മാക്സിമം എടുത്തിട്ട്, കാരണം നമ്മുടെ നാട് നമ്മൾ എല്ലാ നാട്ടിൽ കൂടെ നമ്മൾ വീഡിയോ എടുക്കണ്ട. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടെ മാത്രം നമ്മൾ എടുക്കണമല്ലോ. ഞാനിപ്പോൾ കുറച്ച് വീഡിയോ അട്ടപ്പാടിൻ്റെ ഒക്കെ ചെയ്തിട്ടുള്ളൂ. അത് വഴികളെല്ലാം വളഞ്ഞു പൊളഞ്ഞിട്ടുള്ള വഴികളാണ്. എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം. വരുന്നവരൊക്കെ കെയർഫുള്ളായിട്ട് വരിക, സ്ലോവിൽ വരിക, എല്ലൊക്കെ വന്ന് കണ്ട് ആസ്വദിച്ചിട്ട് എല്ലാവരും പോവുക. സേഫായിട്ട് വണ്ടി ഓടിക്കുക. ഇപ്പോൾ കാറായാലും ബൈക്കുകളെല്ലാം സേഫായിട്ട് ഓടിക്കാം. അപ്പോൾ എല്ലാവരും അട്ടപ്പാടിക്ക് വന്നിട്ട് നാളെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഹാപ്പി ആവും.